കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം സർക്കാർ ഇടപെടലിലെ അലംഭാവമാണെന്ന് പ്രതിപക്ഷം. വാഗ്ദാനങ്ങൾ കടലാസിൽ ഒതുങ്ങിയെന്നും പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു. പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടി. എന്നാൽ പരിഗണനയാണ് സർക്കാരിനുള്ളത്, അവഗണനയല്ല എന്നും കേന്ദ്ര സർക്കാർ നയങ്ങൾ കൂടിയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൃഷിമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറുക്കോളി മൊയ്തീൻ MLA ആണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. രൂക്ഷമായ പ്രതിസന്ധിയാണ് കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്നത്. കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് കർഷകർക്ക് ഗുണം കിട്ടില്ലെന്നും മൊയ്തീൻ പറഞ്ഞു. സർക്കാരിന്റെ അവഗണന കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷി വകുപ്പ് മന്ത്രി കുറെ കാര്യങ്ങളോട് പറഞ്ഞു. 100 ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ 100 ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നാവിൽ മധുരം ഉണ്ടാവില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കടലാസിൽ എഴുതി വെച്ചത് കൊണ്ട് കർഷകർക്ക് ഗുണം കിട്ടില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നാണ് എനിക്ക് ബഹുമാന്യനായ പ്രസാദിനോട് പറയാനുള്ളത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തെറ്റായ നയങ്ങളും പ്രതിസന്ധികൾക്ക് കാരണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മറുപടി നൽകി. ആസിയാൻ കരാറാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് UPA നടപ്പിലാക്കിയ കരാർ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുമായി ബന്ധപ്പെട്ട 2 പേർക്ക് ഭാരതരത്നം കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് കർഷകർ തെരുവിലാണെന്നും കൃഷിമന്ത്രി പറഞ്ഞു. കേന്ദ്രം ആവിഷ്കരിച്ച കേന്ദ്രം ഏർപ്പെട്ട കരാറുകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ കാർഷിക മേഖല തകരുന്നത് എന്ന കാര്യത്തിൽ സർ ആർക്കാണ് സംശയമുള്ളത്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന ഒരാളായി ശ്രീ കുറുക്കോളി മൊയ്തീൻ മാറാൻ പാടില്ലായിരുന്നു. O രാജഗോപാലിന്റെ ഒരു അസാന്നിധ്യം അങ്ങയുടെ വർത്തമാനത്തിലൂടെ നികത്തിക്കൊടുക്കേണ്ട ഒരു ആവശ്യം അങ്ങേക്ക് എന്തായാലും ഇല്ലായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും ഉന്നയിക്കാനും അവസരമാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓടി കാറുള്ള കർഷകനാണോ ആകെ കർഷകരുടെ പ്രതീകമെന്നും അദ്ദേഹം ചോദിച്ചു. സംഭരണത്തിലുള്ള പാളിച്ച മാറ്റണം, 34 രൂപ എന്നത് മാറ്റി 40 ആക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് കടം മേടിച്ച് വറ്റിപ്പലിശയ്ക്ക് പണം വാങ്ങിച്ച് നെല്ലിന് വിത്തിറക്കിയ കർഷകനെ കുറിച്ചും നാളികേരം വിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നാളികേര കർഷകനെ കുറിച്ചും വനാതിർത്തികളിൽ ഉണ്ടാക്കിയതെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ് നിസ്സഹായനായി നിൽക്കുന്ന കർഷകനുമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായേണ്ടത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.